ഹായ് ഗൈസ്, മല്ലു എൻ്റർപ്രണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാംബു ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാംബു എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആക്ച്വലി ഏതൊരു സാഹചര്യത്തിലും ഏത് ടൈപ്പ് ഓഫ് സ്ഥലത്തും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബാംബു എന്ന് പറയുന്നത്. അത് എവിടെ ഇട്ടാലും അത് വളരും, അതാണ് ബാംബുവിൻ്റെ ഗുണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ മരുഭൂമി സ്ഥലങ്ങൾ മരുഭൂമി ആകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ബാംബു എന്ന് പറയുന്നത്. അപ്പം ബാംബു എന്ന് പറയുന്നത് ഭയങ്കര ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു 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 ചെടിയാണ് ബാംബു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാംബു ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാംബുവിൻ്റെ ഗുണങ്ങൾ എന്നാന്ന് വെച്ചാൽ ഈ ബാംബുവിനെ നമുക്ക് ഏത് ഷേപ്പിലോട്ടും സൈസിലോട്ടും ഒക്കെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലോകത്തിപ്പം എന്താണ് പഴയ രീതിയിലുള്ള ഫർണിച്ചർ അല്ലെങ്കിൽ ട്രീനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ടാണ് നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു മരം പിന്നീട് ഉണ്ടാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. അതേസമയം ബാംബു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബാംബു നമുക്ക് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല പിന്നെ തിരിച്ച് വളരാനായിട്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു വലിയ ബാംബുവിൻ്റെ ഒരു ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് തന്നെ നമുക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ബാംബുവിൻ്റെ ഗുണം. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ തലമുറകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ബാംബു എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഗുണം. അതായത് ഭാവിയിലേക്ക് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പക്ഷേ നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാംബു ഉപയോഗിച്ചുള്ള കുറേ ഫർണിച്ചറും ചെയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതായത് ചെയേഴ്സ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ബാംബു വെച്ചിട്ടുള്ള അലമാരികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബാംബു ഉപയോഗിച്ചുള്ള സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ബാംബു നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ എന്താണെങ്കിലും നമുക്ക് തുടക്കം തന്നെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ്, അതായത് നമ്മൾ ബാംബു എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ആൾക്കാരെ വെച്ച് ബാംബുവിൻ്റെ ടേബിൾ ഉണ്ടാക്കുക, കസേര ഉണ്ടാക്കുക, അങ്ങനെയല്ല സംഭവം ചെയ്യുന്നത്. നമുക്ക് ഈ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഓൾറെഡി ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് പതുക്കെ ബാംബു സോഴ്സ് ചെയ്തിട്ട് അത് നമുക്ക് റീസെല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്ര രൂപയ്ക്ക് 1000 രൂപയ്ക്കോ അല്ലെങ്കിൽ 500 രൂപയ്ക്കോ നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് കുറച്ച് സാധനം അധികം വാങ്ങിച്ചിട്ട് അത് നമുക്ക് ചെറിയ രീതിയിൽ വിറ്റ് ആ ഒരു രീതി ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം. എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ശരിക്കും ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങേണ്ടത്. തുടക്കം തന്നെ വലിയ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം പതുക്കെ ആ ഒരു മാർക്കറ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു കടയൊക്കെ ഇട്ട് പിന്നെ റീസെല് ചെയ്ത് അതിൽ നിന്ന് പിന്നെ നമ്മൾ പതുക്കെ ഒരു മെയിൻ സപ്ലയറിനെ ബാംബുവിൻ്റെ സപ്ലയറിനെ കണ്ടിട്ട് സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാം. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റി ബാംബു വേണം. നല്ല ക്വാളിറ്റിയുള്ള ബാംബുവിന് കോൺസ്റ്റൻറ്റ് സോഴ്സ് വേണം. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇത് എവിടെയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ആൾക്കാർ യൂസ് ചെയ്യും, പക്ഷേ പുറത്തുള്ള ആൾക്കാർ കുറച്ചുകൂടെ ഇപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉള്ള കാരണം അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരുടെയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലാഭം കിട്ടും. കാരണം നമുക്കറിയാം നമ്മൾ ഡോളേഴ്സിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഡോളേഴ്സ് വിൽക്കുമ്പോൾ നമുക്ക് ഒരു ഡോളറിന് തന്നെ 80 രൂപ, ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് 80 രൂപ, ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും ഡിഫറൻസ് നമുക്കുണ്ട്. അപ്പം അതിന് വേണ്ട എക്സ്പോർട്ടിങ് ചാർജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം അതാണ് ഈ ഒരു മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം. അപ്പോൾ ഇതിൻ്റെ ഒരു ചാലഞ്ചസ് എന്താണ്? അത് നമുക്ക് എന്തൊരു ബിസിനസ് ചെയ്താൽ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ബിസിനസ്സിനകത്ത് ചെയ്യുമ്പം ഉള്ള പ്രശ്നങ്ങൾ എന്നാന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ബാംബു നമുക്ക് കിട്ടാനായിട്ട് ചിലപ്പോൾ ഇടവരുത്തില്ല. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ബാംബു കിട്ടാനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാംബു വേണം.
അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യാം. അതായത് ഇപ്പം മാർക്കറ്റിൽ ബാമ്പുവിന് ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും, പക്ഷേ ഈ ഡിമാൻഡ് കുറയുന്നൊരു ടൈം കാണും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം ബാമ്പുവിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മെയിൻറ്റെനൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ബാമ്പുവിൻ്റെ കട്ടനൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻറ്റെനൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം വിറ്റ് പോയില്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ ഈ മെയിൻറ്റെനൻസിൽ തന്നെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കട്ടൻ വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം ഇത്ര രൂപയ്ക്ക് നമ്മളെ അപ്രോച്ച് ചെയ്തല്ല, അതായത് ഇത്ര വർഷം കഴിയുമ്പോഴേക്കും ഇത്ര രൂപയ്ക്ക് നമുക്ക് ഇത് സർവീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷം തോറും നമുക്ക് ഇത്ര രൂപ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും ഇതിനകത്തൊരു ഗുണമുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് ഈ ബാംബു ബിസിനസ് അല്ലെങ്കിൽ ബാംബു ബേസ് ചെയ്തിട്ട് ഉള്ള പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയാൽ ഇതെങ്ങനെയൊക്കെ ചെയ്യണം, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.